അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസ്, ഇബ്ഗൂനി ഫീ ദുആഫായിക്കും, ഞാൻ പാവങ്ങൾക്കൊപ്പമാണ്, പാവപ്പെട്ട മനുഷ്യർക്കൊപ്പമാണ് ഞാൻ. നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ടത് വലിയ ധനാഢ്യരുടെ, സമ്പന്നരുടെ കൊട്ടാരത്തിലോ അവരുടെ കൂട്ടത്തിലോ അല്ല, മറിച്ച് പാവങ്ങൾക്കിടയിലാണ് എന്നെ നിങ്ങൾ അന്വേഷിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞ് മുത്തുനബി നിർത്തിയില്ല. തുടർന്ന് നമ്മെ പഠിപ്പിച്ചത് ഇന്നമാ തുർസഖൂന, നിങ്ങൾക്ക് എല്ലാം നൽകപ്പെടുന്നത്, വതുൻസറൂന, അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് സഹായങ്ങൾ ലഭിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരം തന്നെ ബിദ്അഫായിക്കും, നിങ്ങളിൽ ദുർബലരായ, എല്ലാവരാലും അവഗണിക്കപ്പെട്ട് ലോകത്ത് വിലയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ജനവിഭാഗങ്ങൾ, അവരെ കൊണ്ടാണ് നിങ്ങളുടെ ജീവിതം അല്ലാഹു തആല മുന്നോട്ട് നീക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന ജീവിതത്തിൽ അവിടുത്തെ വിശ്വസിച്ചവർ, ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ എല്ലാം പാപങ്ങളായിരുന്നു. സമൂഹത്തിൽ അത്ര മേൽ സ്വാധീനമില്ലാത്ത, അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ട്, പ്രൗഢി കൊണ്ട്, ആഡംബരം കൊണ്ട്, സ്വാധീനം കൊണ്ട്, അധികാരം കൊണ്ട് ഒന്നും മേൽക്കോയ്മയില്ലാത്ത ആളുകൾ. അങ്ങനെയാണ് ഒറ്റയും തെറ്റയുമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആളുകൾ വിശ്വസിക്കുകയും ആ പാവങ്ങൾക്കൊപ്പം, ദുആഫാ എന്ന് നമ്മൾ വിളിക്കുന്ന ബലഹീനർക്കൊപ്പം, പതിതരായ ജനങ്ങൾക്കൊപ്പമാണ് അവിടുത്തെ പ്രബോധന ജീവിതം. മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി, അവരുടെ ഖുദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ആണ്ടിൻ്റെ മാസം കൂടിയാണ് റജബ്. ആണ്ടിൻ്റേത് മാത്രമല്ല, അവരുടെ ജനനവും നടന്നത് റജബിലാണ്. അവർക്ക് ഗരീബ് നവാസ്, പാവങ്ങളുടെ ആശാകേന്ദ്രം എന്ന ഒരു ഖ്യാതി, ഒരു കീർത്തിയുടെ പേര് ലോകം നൽകിയിട്ടുണ്ട്. കാരണം എന്താണ്? ഓരോ കാലഘട്ടത്തിലും കടന്നു വരുന്ന മഹാന്മാരായ ഔലിയാക്കൾ, സൂഫികൾ, അവർ അങ്ങനെയാണ്. അവർ ഉന്നതങ്ങളിലല്ല, വലിയ അധികാരമുള്ളവർക്കൊപ്പമല്ല, പാവങ്ങൾക്കൊപ്പം, മനുഷ്യർക്കൊപ്പം അവർ സഞ്ചരിച്ചു എന്നുള്ളതാണ്. മനുഷ്യരുടെ, പച്ചമണ്ണിൽ നിന്നുകൊണ്ട് ആ മനുഷ്യർക്കൊപ്പം ജീവിച്ച്, അവരുടെ സങ്കടങ്ങൾ കേട്ട്, അവരുടെ പരിഭവങ്ങൾക്ക് ചെവി കൊടുത്ത്, അവർക്ക് ആശ്വാസങ്ങളുടെ തെളിനീർ നൽകി, സാന്ത്വനത്തിൻ്റെ തീർത്ഥജലം നൽകി, ഇങ്ങനെ പാവങ്ങളെ ചേർത്തുപിടിച്ച് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അവരുടെ ഖൽബും മനസ്സും നിറച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. ഇതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ നടത്തിയത്. മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വല്ലാത്ത ഒരു മനുഷ്യപ്പറ്റിൻ്റെ, മനുഷ്യർക്കൊപ്പം ചേർന്നു നിന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിൻ്റെ വലിയ ഒരു പാഠം നമുക്ക് പഠിക്കാനുണ്ട്. ഖാജ തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇറാനിലാണ് അവർ ജനിക്കുന്നത്. ഏകദേശം ഹിജറ 547, ഹിജറ 500-ൻ്റെയും 600-ൻ്റെ ആദ്യത്തിലുമാണ് അവരുടെ ജീവിതം. അങ്ങനെ ഇറാനിലെ സഞ്ചർ എന്ന ഗ്രാമത്തിൽ ജനിച്ച്, അവിടെ ഉപ്പ വലിയ പണ്ഡിതനും വലിയ സൂക്ഷ്മജ്ഞാനിയും, അതുപോലെ തന്നെ മുന്തിരിത്തോട്ടങ്ങളൊക്കെയുള്ള, അത്യാവശ്യം സമ്പത്തൊക്കെയുള്ള ഒരു കുടുംബം. അങ്ങനെ ഉപ്പ ഖിയാസുദ്ദീൻ, സയ്യിദ് ഖിയാസുദ്ദീൻ എന്നിവരാണ് ഖാജ തങ്ങളുടെ പിതാവ്. ഉമ്മുൽ വറ മാഹിന്നൂർ ബീവിയാണ് അവരുടെ മാതാവ്. ബാല്യകാലത്ത് തന്നെ ഉപ്പയും ഉമ്മയും വഫാത്താവുകയും അങ്ങനെ മുന്നോട്ടുള്ള ജീവിതം മാതാവിനെയും പിതാവിനെയും നഷ്ടമായി തങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന, വെറും 14 വയസ്സു മാത്രം പ്രായമുള്ള ആ ഒരു ഘട്ടത്തിലാണ് ഇറാനിൽ നിന്ന് തങ്ങൾ ഖുറാസാനിലേക്ക് പലായനം ചെയ്യുന്നത്.
അതിൽ പ്രത്യേക കാരണമുണ്ടായിരുന്നു. അവിടെ പൊട്ടിപ്പുറപ്പെട്ട ഒരു കലാപം, ഒരു യുദ്ധം. അങ്ങനെ ഖുറാസാനിലെ നിഷാപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവർ പലായനം ചെയ്തു, താമസം മാറി. അങ്ങനെ അവിടെ താമസിക്കുന്നതിനിടയിലാണ് തൻ്റെ ദൈനംദിന ചെലവുകൾക്ക് ആകെ ആശ്രയമായി ഉണ്ടായിരുന്ന മുന്തിരിത്തോട്ടം വിറ്റുകൊണ്ട് ഖാജ തങ്ങൾ ആത്മീയമായ ഉന്നതി ആഗ്രഹിച്ച് സഫർ ചെയ്യുന്നത്. ആ യാത്രയിൽ ബഗ്ദാദ്, ഈജിപ്ത്, കൊർദോവ, തുർക്കി, സമർക്കന്ത് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ സന്ദർശിച്ചു. അവിടെ വൈജ്ഞാനികമായ നഗരങ്ങൾ സന്ദർശിച്ചു. ഒടുവിൽ റഷ്യയിലെ ബുഖാറ പ്രസിദ്ധമായ സ്ഥലമാണ്. നമ്മുടെ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും ആദ്യമായി കടന്നു വന്ന സയ്യിദുമാർ അവർ ബുഖാറയിൽ നിന്നുള്ളവരാണ്. അങ്ങനെ ഉള്ള ആ ബുഖാരി ഇമാമിൻ്റെയൊക്കെ നാട്, ആ റഷ്യയിലെ ബുഖാറയിൽ വലിയ മഹാനായ ഹുസാമുദ്ദീൻ ബുഖാരി അവരുടെ ശിഷ്യത്വം റളിയല്ലാഹു അൻഹു അവരുടെ കീഴിൽ പഠിച്ചുകൊണ്ട് അവരുടെ ശിഷ്യത്വം സ്വീകരിച്ച് ഖാജ തങ്ങൾ അവിടെ വെച്ച് ഖുർആൻ മുഴുവനും ഹൃദിസ്ഥമാക്കി. കർമ്മശാസ്ത്രത്തിൽ വലിയ അവഗാഹം നേടി. അങ്ങനെ ആ ആത്മജ്ഞാനം തേടിക്കൊണ്ടുള്ള ആ സഞ്ചാരം തുടരുകയാണ്. അങ്ങനെയാണ് ചിശ്തി തുരീഖത്തിൻ്റെ ഷെയ്ഖും ഖലീഫയുമായ ഷെയ്ഖ് ഉസ്മാൻ അൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുന്നത്. ഈ കുട്ടിയെ കണ്ട മാത്രയിൽ ഉസ്മാൻ ഹാറൂനി തങ്ങൾക്ക്, ഔലിയാക്കളാണല്ലോ, അവർക്ക് ഭാവിയിലേക്കുള്ള ഒരുപാട് ആളുകളുടെ രക്ഷകരായി, ഒരുപാട് ആളുകൾക്ക് അത്താണിയായി, ഒരുപാട് ആളുകൾക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം പകരേണ്ട വലിയൊരു യുഗപുരുഷനാണ് എന്ന അർത്ഥത്തിൽ തന്നെ നീണ്ട 20 വർഷക്കാലം, 2 പതിറ്റാണ്ട് കാലം ഖാജ തങ്ങൾ ഉസ്മാനുൽ ഹാറൂനി തങ്ങളുടെ ശിഷ്യനായി, അവിടുത്തെ ഖാദിമായി, സേവകനായി ജീവിക്കുകയാണ്. ആ ഒരു ജീവിതത്തിൽ, ആ ഒരു ഇടപഴക്കത്തിൽ, ആ ഒരു പരസ്പരമുള്ള ബന്ധം അത് ദൃഢമായി വളരുകയും തൻ്റെ എല്ലാ ആത്മീയമായ ആ ഉറവകളിൽ നിന്ന് എല്ലാ ജ്ഞാനത്തിൻ്റെ നിധികളും സ്വീകരിച്ചുകൊണ്ട് ഖാജ തങ്ങൾ ഇങ്ങനെ വളർന്ന് വലുതാവുകയാണ്. അങ്ങനെ 20 വർഷത്തിന് ശേഷം ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു വഫാത്താവുന്നതിന് മുമ്പ് തന്നെ തൻ്റെ പിൻഗാമിയായി എല്ലാ ഇജാസത്തുകളും നൽകി സമുന്നത നേതാവായി, ത്വരീഖത്തിൻ്റെ ഷെയ്ഖായി ഖാജ തങ്ങളെ പ്രഖ്യാപിക്കുകയും അവിടുത്തെ സ്ഥാനവസ്ത്രവും തലപ്പാവും ഒക്കെ നൽകി ആദരിക്കുകയും ചെയ്തു. ഇവിടെ ഖാജ തങ്ങളും ഉസ്മാനുൽ ഹാറൂനി തങ്ങളും മക്ക സന്ദർശിക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്, മദീനയിലേക്ക് സിയാറത്ത് ചെയ്യുന്നുണ്ട്. ആ യാത്രകളൊക്കെ വല്ലാത്ത അനുഭവത്തിൻ്റെ, തൻ്റെ പിൻഗാമിയെ നിശ്ചയിച്ച് തീരുമാനിച്ച് ആ പിൻഗാമിയെ പ്രഖ്യാപിക്കുന്നതിനുള്ള അവരുടെ ആ ഒരു സഞ്ചാരം, മദീനയെ തൊട്ടുകൊണ്ടുള്ള മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അംഗീകാരം വാങ്ങിക്കൊണ്ടുള്ള ആ ജീവിതത്തിൻ്റെ പ്രയാണങ്ങൾ. അവിടെ നിന്നോട്ട് മഹാനായ ഖാജ തങ്ങൾ ഇന്ത്യയിലേക്ക് തൻ്റെ 40 ശിഷ്യന്മാരുമായി വരുന്നത് ഹിജറ 588 ഹിജറ 547 അവർ ജനിച്ചു. ഹിജറ 588 ഏകദേശം ഒരു 40 വയസ്സായപ്പോൾ ഇന്ത്യയിലേക്ക് വരികയാണ്. ആ ഇന്ത്യയിലേക്ക് ഉള്ള വരവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ നിർദ്ദേശപ്രകാരം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ നിർദ്ദേശിച്ചതിനനുസരിച്ച് ഇന്ത്യയുടെ സുൽത്താനായി അവർ കടന്നു വരികയാണ്. ആ വരുന്ന വഴിയിലൊക്കെ ഹിദായത്തിൻ്റെ വെളിച്ചം സ്വീകരിക്കാൻ ആയിരങ്ങൾ തടിച്ചുകൂടുന്നുണ്ട്. അവരൊക്കെ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ അജ്മീർ കേന്ദ്രമായിട്ടാണ്, അജ്മീർ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഖാജ തങ്ങൾ കടന്നു വന്നത്. അങ്ങനെ അജ്മീറിൽ നിന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് രജപുത്ര വംശത്തിലെ രാജകുടുംബത്തിലെ പ്രധാനിയായ പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്ന രാജാവായിരുന്നു. ആ പൃഥ്വിരാജിൻ്റെ പട്ടാളം ആദ്യം ഖാജ തങ്ങളെ ഓടിക്കാനും ആട്ടിയകറ്റാനും ഭീഷണിപ്പെടുത്താനുമൊക്കെ ശ്രമിച്ചെങ്കിലും മഹാനവറുകളുടെ കറാമത്തുകൾ ബോധ്യപ്പെട്ടപ്പോൾ അവർക്കൊക്കെ ബോധ്യമാവുകയും അവരൊക്കെ തങ്ങളെ അംഗീകരിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത കഥ ഖാജ തങ്ങളുടെ മൗലിദിൽ, കിതാബുകളിൽ അനുസ്മരിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹി, ആ ഡൽഹിയിലും
ഖാജാ തങ്ങൾ ഇസ്ലാമിക പ്രബോധനം നടത്തി തൻ്റെ ശിഷ്യനും പണ്ഡിതനുമായ ഖുത്ബുദ്ദീൻ ബഖ്തിയാർ കാഴ്ക്കി ദഹ്ലവി അവരുടെ ഖബറുള്ളത് ഡൽഹിയിലാണ്. അവരുടെ ശിഷ്യനെ അവിടെ ഏൽപ്പിച്ച് ഖാജാ തങ്ങൾ അജ്മീറിലേക്ക് മടങ്ങി. അങ്ങനെ ലളിതമായ ജീവിതം നയിച്ച് ഒരുപാട് പാവങ്ങൾക്ക്, അശരണർക്ക് അത്താണിയായി, ആലംബമായി, അഭയമായി. ഇങ്ങനെ ഗരീബ് നവാസ് എന്ന പേര് അങ്ങനെ വന്നതാണ്. ഹിജറ 633 റജബ് മാസത്തിൽ തന്നെയാണ് ഖാജാ തങ്ങൾ വഫാത്താവുന്നത്. അപ്പോൾ ലോകത്ത് കടന്നു വന്ന എല്ലാവരും മനുഷ്യർക്കൊപ്പമാണ്. എല്ലാ മനുഷ്യരെയും ആ മനുഷ്യരുടെ സങ്കടങ്ങൾ കേൾക്കാൻ, അവർക്ക് ആശ്വാസം നൽകാൻ, പാവങ്ങളെ ചേർത്ത് പിടിക്കാനാണ് അവർ ആ ജീവിതത്തെ അവർ സമർപ്പിച്ചത്. അതാണ് ഇനി ജായിലും ഫിൽ ഖലീഫ, ഭൂമിയിൽ ഞാൻ എൻ്റെ പ്രതിനിധിയായ ഖലീഫയെ സൃഷ്ടിക്കുന്നു എന്ന് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുമ്പോൾ പറഞ്ഞത്. നമ്മൾ അള്ളാഹുവിൻ്റെ ഖലീഫ എന്ന് പറയുന്നൊരു ഖിലാഫത്ത്, അള്ളാഹുവിൻ്റെ പടപ്പുകളോടുള്ള കാരുണ്യം, അവരോടുള്ള അനുകമ്പ, അവരോടുള്ള സ്നേഹം, അവർക്ക് നല്ലത് വരാനുള്ള പ്രാർത്ഥന, അവർക്ക് നല്ലതുണ്ടാകാനുള്ള ആഗ്രഹങ്ങൾ, ഇതൊക്കെയാണ് മനുഷ്യൻ എന്ന് പറയുന്നതിൻ്റെ അന്തസത്ത. അതൊരു നല്ല മനുഷ്യനാവുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ മാത്രമാണ് നമുക്ക് വിജയമുണ്ടാവുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കാന്തപുരം ഉസ്താദ് ഇപ്പോൾ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരളത്തിലുടനീളം ഈ പ്രായത്തിൻ്റെ അവശതയിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും മനുഷ്യരെ ചേർത്ത് പിടിക്കണം. മനുഷ്യർ നന്മയുള്ളവരാവണം, സ്നേഹമുള്ളവരാവണം. വർഗീയത ഉണ്ടാവരുത്, തീവ്രവാദമുണ്ടാവരുത്, അപരവിദ്വേഷമരുത്. ഇങ്ങനെ സ്നേഹത്തിൽ നിർഗളിക്കണം. നമ്മുടെ ഈ സ്നേഹത്തിൻ്റെ ഉദ്യാനമായി നമ്മുടെ മണ്ണ് മാറണം. എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ. സ്നേഹം കൊണ്ട് വെറുപ്പിനെ അതിജയിക്കാനാവട്ടെ. അഹ്റുദുആയി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.